മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം KSRTC ബസ്സിന് കുറുകെ നിർത്തി നട റോഡിൽ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം ബസ് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടുമ്പോൾ MLA സച്ചിൻ ദേവ് ഒരു ഗുണ്ടയെപ്പോലെ ആയിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുന്നിലാണ് മേയറുടെ ഭർത്താവ് MLAയുടെയും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അഭ്യാസ പ്രകടനം നടത്തിയത്. യഥാർത്ഥ സംഭവം ബസ് യാത്രക്കാരായ 12 പേരാണ് നേരിൽ കാണുന്നത്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്തവരാണവർ. സംഭവത്തോടെ KSRTC റിസർവേഷനിൽ വന്ന യാത്രക്കാരെ പെരുവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ യാത്രക്കാരോട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കാര്യങ്ങൾ തിരക്കിയിരുന്നു. റിസർവേഷൻ ചാർട്ട് KSRTCയിൽ നിന്ന് വാങ്ങി ഓരോ യാത്രക്കാരെയും നേരിട്ട് വിളിച്ച് കാര്യം തിരക്കുകയാണ് ഗണേഷ് കുമാർ ചെയ്തതെങ്കിലും അതിന്റെ ഒരു ഗുണവും നിരപരാധിയായ ഡ്രൈവർക്കുണ്ടായില്ല. ഓരോ യാത്രക്കാരനും മന്ത്രിക്ക് നൽകിയത് ഒരേ മറുപടിയായിരുന്നു. മേയറും സംഘവും മുട കാണിച്ചതാണ്. ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയർ ചെയ്തത് എന്ന് തന്നെയായിരുന്നു. തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും യാത്രക്കാർ പറഞ്ഞിട്ടുണ്ട്. യാത്ര അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രം ബാക്കിയിരിക്കെ തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് MLA സച്ചിൻ ദേവ് ചെയ്തതെന്നും യാത്രക്കാർ പരാതിയായി പറയുന്നുണ്ട്. MLA ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കിവിട്ടത്. തുടർന്ന് കണ്ടക്ടർ സീറ്റിലിരുന്ന കാലിന്മേൽ കാൽ കയറ്റി വെച്ചാണ് ഉത്തരവിട്ടത്. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും ഈ ബസ് ഇനി അനങ്ങില്ല എന്നുമാണ് യാത്രക്കാരോട് പറഞ്ഞത്. MLAക്ക് അപ്പോൾ ഒരു നാലാംകിട ഗുണ്ടയുടെ ശരീര പ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നതെന്നും യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. റിസർവേഷൻ ചെയ്ത ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നില്ല.